കാസർഗോഡിൻ്റെയും മംഗലാപുരത്തിൻ്റെയും അതിർത്തികൾ പങ്കിടുന്ന ഒരു കലാരൂപമാണ് യക്ഷഗാനം. കേരളത്തിലെ കഥകളി പോലെ തന്നെയാണ് ഇതും. പക്ഷേ ഇത് കഥകളി എന്ന് പറയുമ്പോൾ വീടുകളിൽ പോയി നർത്തനം ഉണ്ടാവാറില്ല, വളരെ കുറവാണ്. ഇത് വീടുകളിൽ പോയി എന്ന് പറഞ്ഞാൽ കർക്കിടക മാസത്തിൽ പുണ്യമാസമാണല്ലോ. അപ്പോൾ ആ സമയങ്ങളിൽ ഇത് എല്ലാവരുടെയും വീട്ടിലേക്ക് പോയി ദോഷങ്ങൾ നീങ്ങാൻ വേണ്ടി ആണ് ഇത്തരത്തിലൊരു ചടങ്ങ് ഇവർ നടത്തി വരുന്നത്. അതിൻ്റെ ഭാഗത്തിലോട്ട് കിടക്കാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നോട്ടീസ് വന്നിട്ടുണ്ട് ഇന്ന് യക്ഷഗാനം നടക്കുന്നതായിട്ട്. അപ്പോൾ അതിൻ്റെ കലാകാരന്മാരിപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. അവർ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഇത്രയും സാധനങ്ങൾ ഇവിടെ റെഡിയാക്കിയിട്ട് വെക്കാനുണ്ട്. കുറച്ച് അരിയും തേങ്ങയും ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കിയിട്ട് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അവരിപ്പോൾ അടുത്തെത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. യക്ഷഗാനത്തിൻ്റെ കലാകാരന്മാർ വീട്ടിൽ വന്നേക്കുമാണ്. നർത്തനം ഇപ്പോൾ ആരംഭിക്കും കേട്ടോ. ನನ್ನೇ ಮಾತಾಡಿದ ನೀವು? ನಿನ್ನನ್ನೇ ಕರೆದು ಮಾತಾಡಿದ್ದೇನೆ. ಆದ್ರೆ ನೀವು ಕರೆದಂತ ಹೆಸರು ಮಾತ್ರ ನನ್ನದು ಅಲ್ಲವೇ ಅಲ್ಲ. ಹೆಸರು ನನಗೆ ಏನೆಂಬುದಾಗಿ ಗೊತ್ತಿಲ್ಲ. ಪರಿಚಯದವರನ್ನು ಪರಿಚಯ ಮಾಡಿಕೊಳ್ಳುವುದು ಏನು ಅಪರಾಧ ಅಲ್ಲ ತಾನೇ? ಇವರೆಲ್ಲ ಹೇಳಿದ್ದಾರೆ. ಕಾಣುವಂತ ಉಪವನದಲ್ಲಿ ಸಂಚರಿಸುತ್ತಿದ್ದವಳು ನೀನು. ಹೌದು. ದೂರದಿಂದ ನೋಡಿದೆ, ನೇರವಾಗಿ ಇಲ್ಲಿಗೆ ಬಂದೆ. ಪರಿಚಯ ತಿಳಿದುಕೊಳ್ಳಬೇಕೆಂಬುದಾಗಿ ನನಗೆ ಆಸೆ. ಪರಿಚಯ ಹೇಳ್ತೀಯ ಸುಂದರಿ? ನನ್ನ ಪರಿಚಯವ? അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ അവർ പോയിട്ടുണ്ട്. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ ഇത് വർഷം നടക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടാ. എല്ലാ കൊല്ലം ഇവിടെ ഇവരിങ്ങനെ വീട്ടിൽ വരാറുണ്ട്. ടീം വേറെയാണ്. ഇത് കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജനും രാജാവും രാജകുമാരിയും തമ്മിലുള്ള ഒരു ഇതാണ്. കാലത്തെ കഥകൾ പലതുമാണ്. പണ്ടൊക്കെ പുരാണങ്ങളുടെ കഥയായിരുന്നെങ്കിൽ ഇപ്പോൾ പുരാണങ്ങളല്ലാതെ നമ്മൾ ഹാസ്യ കഥാപാത്രങ്ങളും മറ്റും എല്ലാം ചെയ്യാറുണ്ട്. ഈ ഓട്ടംതുള്ളലൊക്കെ ചെയ്യാറില്ലേ, അതേപോലത്തെ കലാരൂപങ്ങളാണ് ഇവിടെയും. എന്ന് പറഞ്ഞാൽ കോമഡിയും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല ജോളിയായിട്ട് പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നന്ദി.